പറ്റേ ഈ കൈതക്കുടിപ്പുലവൻ ഈ ഇടയ ചെറുക്കനെ കുറിച്ച് പറഞ്ഞ പരാതിയിൽ നിന്നും കുട്ടിപ്പട്ടർക്ക് എന്തു മനസ്സിലായി? അതിപ്പോ നമ്മുടെ ഊഹം ശരിയാണെങ്കിൽ ഈ നിൽക്കുന്നവനിൽ ഇവനാണ് പരാതിക്കാരൻ എന്ന് മനസ്സിലായി. മഹാപണ്ഡിതൻ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഗ്രഹിച്ചൂലോ. എടോ വെട്ടിപ്പട്ടരെ, ഇയാൾ പറഞ്ഞ പരാതി എന്താ? കിഴക്കൻ മലയിൽ നിന്നും കടലും കരയിലെത്തിയ ഇടയക്കൂട്ടത്തിലെ ഈ കാലി ചെറുക്കന് ഈ നിൽക്കുന്ന പുലവന്റെ മകൾ നീലിയെ കണ്ടപാടെ ഒരു പ്രണയം തോന്നിയിരിക്കണു. തമ്മിൽ കണ്ട് ഒന്നും രണ്ടും കളി പറഞ്ഞ് ഇടപഴകി കഴിഞ്ഞപ്പോ പെണ്ണിനും ഇവനോടൊരു പ്രണയം. പക്ഷേ അന്യനാട്ടിൽ നിന്നും എത്തിയ കാലി ചെറുക്കന് മകളെ കൊടുക്കാൻ ഈ നിൽക്കുന്ന ഐരക്കുടി പുലവന് മനസ്സൊട്ടില്ലാനും. ഇപ്പോ കുട്ടിപ്പട്ടർക്ക് എന്ത് മനസ്സിലായി? അതിപ്പോ നമ്മുടെ ഊഹം ശരിയാണെങ്കിൽ അറിഞ്ഞു കേട്ടെടുത്തോളം നമ്മുടെ പൂർണ്ണ ബുദ്ധിയിൽ നിന്ന് ഒരു തിരിഞ്ഞുണ്ടായതും വെച്ച് നോക്കുമ്പോ ഈ നിൽക്കണ എളുപ്പ ചെക്കന് ഇയാളുടെ മകൾ നീലിയെ കെട്ടിച്ചു കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് അങ്ങോട്ട് മനസ്സിലായി. അല്ല, നമ്മുടെ ഊഹാണ്, ശ്രദ്ധക്കൊള്ളണമെന്നില്ല. തുപ്പക്കൊള്ളാൻ ഇങ്ങോട്ടെടുക്കുക, ഇല്ലെങ്കിൽ തന്റെ മുഖത്ത് തുപ്പ് ഞാൻ. എടോ ശുംഭം പട്ടരെ, 4 നേരം വലിച്ചു വാരി തിന്നാനും ഈശ്വാസവും ഏമ്പക്കവും ഒരുമിച്ച് വിടാനും മാത്രം അറിയാവുന്ന താൻ ഒരു പോഴന. അസത്ത് നാം മനസ്സിലാക്കിയ കാര്യം അങ്ങോട്ട് പറയാം. അങ്ങ് കിഴക്കൻ മലയിൽ നിന്നും ഇവിടെ എത്തിയ ഇവന് ഇയാളുടെ മകൾ നീലിയോടൊരു പ്രണയം തോന്നണമെങ്കിൽ അവൾ നീലി ഒരു സുന്ദരി ആയിരിക്കും അല്ലേ? അത് പരാതിയിൽ സൂചിപ്പിച്ചിട്ടില്ലല്ലോ. സൂചിപ്പിക്കാതെ തന്നെ ഇക്കാര്യം ഗ്രഹിക്കാനുള്ള മിടുക്കൊക്കെ നമുക്കുണ്ടോ? അല്ലേടാ കാലി ചെറുക്ക, നിന്നെ മയക്കിയ ആ നീലി എങ്ങനെ ഒരു സുന്ദരി തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ ആയിരിക്കും ലക്ഷണം കേട്ടോ നിനക്ക് സുന്ദരിയായ മകളെ കെട്ടിച്ചു തരാൻ ഈ കൈതക്കുടിപ്പുലവൻ മടിക്കുന്നതും. അല്ലേ പുലവാ? കേട്ടില്ലെന്നുണ്ടോ? പറഞ്ഞു വിടാനുള്ള മനസ്സാടിയാണ്. കള്ളത്താളത്തേക്ക് ഓളെ പറഞ്ഞു വിട്ട അതിനൊരു മനസ്സമാനം ഉണ്ടാവില്ല. പറഞ്ഞു വിടരുത്. ഈ ദേശത്തെന്താ ആണുങ്ങളില്ലാഞ്ഞിട്ടാണോ? ആണോ? അഭിമാനിയാണോ താൻ? അഭിമാനി. ഇന്നാട്ടിലെ ചന്തമുള്ള പെൺകിടാങ്ങളൊന്നും അങ്ങനെ കിഴക്കൻ മല കേറി പോണ്ട. നീ കൂട്ടത്തിൽ കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും മോഹിച്ചാ പോലും ശിക്ഷണ്ട, ശിക്ഷ. മനസ്സിലായോടാ അരിമാടി? എന്നിട്ടോ ദേഹം ഒരു കുറ്റാണെന്നും അതിന് ഇമ്മിടി ശിക്ഷ ഉണ്ടെന്നും പടാ മനസ്സിലായതും മയ്യേ. നായിന്റെ മോനെ തറുതല പറയുന്നോടാ. കടലും കരയിൽ നമുക്ക് പഥ്യമല്ലാത്തത് എന്തിനും ശിക്ഷയുണ്ട്. പറയുന്നതും കരയുന്നതും ചിരിക്കുന്നതും വരെ നമുക്ക് ചിതമായ തരത്തിലല്ലെങ്കിൽ ചാട്ടവാറ് തൊട്ട് കഴുമരം വരെ നീളുന്ന ശിക്ഷാവിധികളുണ്ട്. പെറ്റപുലയ്ക്കും ചത്തപുലയ്ക്കും തലയ്ക്കും മുലയ്ക്കും വരെ കരം ചുമത്താൻ നമുക്ക് അധികാരം തന്ന കടലങ്കര പെരുമാൾ നമുക്ക് കൊല്ലാനും തിന്നാനും അധികാരം തന്നിട്ടുണ്ടോ? അമ്മയുടെ മോനെ കൊല്ലണ്ട. നല്ല വാക്ക് പറഞ്ഞ് വിട്ടാ മതി. എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. വിട്ടോളി. വേണ്ട, ഓനെ കൊന്നോട്ടെ. എന്നാലും എന്റെ തീരില്ല, എനിക്ക് ജീവിക്കാൻ പോകില്ല. കൊന്നോളി.
ഈ സ്വപ്നം ചാവാൻ ഇത്രയും പുതിയോ? ആ അതിന്ന് താൻ ഒന്നുകൂടി മനസ്സിലാക്കണോ ഭദ്രേ? ഊഹ അങ്ങട്ട് ശരിയാവില്ല. ആ പെണ്ണിന് വേണ്ടി ഇവൻ ചാകാൻ വരെ തയ്യാറാകുന്നുവെങ്കിൽ ഓളുടെ അഴക് എന്തായിരിക്കും? അത്രയ്ക്കഴകുള്ള ഒരു പെണ്ണിനെ നീ കൊണ്ടുപോയി തിന്നണ്ടടാ. അതിന് ഞാൻ നിന്നെ സമ്മതിക്കില്ലടാ. എന്താ ശരീരം ഇനി നിനക്ക് പരാതിയില്ലെങ്കിലും നാം ഇവനെ വെറുതെ വിടില്ല. കടലും കരയിലെ പെണ്ണിന്റെ മനസ്സ് മോഷ്ടിച്ച് നീ മിടുക്കനായി മല കയറണ്ട. ആരവിടെ? ഇവന്റെ പൈക്കളേഴും കോവിലകം നീക്കി ഇരിപ്പിലേക്ക് കണ്ടുകിട്ടണം. ഇവന്റെ ശവം പൊൻപുഴയിലെ കണ്ണിപ്പരലിനും വരാലിനും തീറ്റയാവട്ടെ. നീ എന്തിനാ കുട്ടിത്തൈ ഇപ്പോഴിങ്ങോട്ട് എഴുന്നള്ളിയത്? അങ്ങയുടെ കൊലയും കൊല്ലാത്തലയും ഒക്കെ കോലത്തിന് പുറത്തു മതി. ഇനി ഈ കോവിലകം മുറ്റും കൂടി കൊലക്കളമാക്കണോ? ഇന്നാട്ടിലുള്ളവരോട് ചെയ്ത ക്രൂരതയുടെ ശാപങ്ങൾ തന്നെ ഓരോത്തിന്റെ അടിത്തറ ഇളക്കാൻ മാത്രമുണ്ട്. ഇനി അത് കിഴക്കൻ മലയിൽ ഒന്നും കൂടി വിളിച്ചു വരുത്തണോ? കഷ്ടം. ഉള്ള പ്രാണനും കൊണ്ട് കിഴക്കൻ മല പിടിക്കാൻ നോക്കണ കാലി ചെറുക്ക. പെണ്ണിന് വേണ്ടി ചാകാനൊരുങ്ങിയ നീ അറിഞ്ഞില്ല കടലുങ്കര നാട്ടിലെ അഴകുള്ള പെണ്ണിന് അവകാശി അവിടുത്തെ നാടുവാഴിയാണെന്ന്. അവരുടെ മാനത്തിന്റെ താക്കോൽ നിങ്ങളുടെ നാടുവാഴിച്ചന്റെ മടിക്കുത്തിലും. വേണ്ട, ഇവൻ പരദേശിയായതുകൊണ്ട് പരമാർത്ഥം ചൊല്ലിക്കൊടുത്തതാണ്. നിന്ന് മോകാൻ നിൽക്കാണ്ട് പോടാ ചെറുക്കാൻ. തമ്പായിക്ക് കൊലപ്പത് കൂടും മുമ്പ് വേഗം പോ നോക്കുക. നമ്മുടെ ഊഹം ശരിയാണെങ്കിൽ നിനക്ക് പ്രാന്ത. മല ഇറങ്ങി പുഴ കടന്ന് പ്രേമിക്കാൻ വന്നിക്കണോ? നന്ദിയുണ്ടെന്റെ അമ്പാറ്റമ്മ. ആ ചെക്കൻ എന്റെ പെണ്ണിന് വേണ്ടി ചാവേണ്ടി വന്നില്ലല്ലോ. ഒന്ന് രക്ഷപ്പെട്ടേന് ഇമ്മടി നന്ദിയുണ്ട്. പക്ഷേ താനും തന്റെ മോളും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം കടലുങ്കര നാടുവാഴി മനസ്സിലാക്കി കഴിഞ്ഞു തന്റെ മോൾ അഴകൊത്തൊരു പെണ്ണാണെന്ന്. ഇനി കല്ലേ പിളർക്കുന്ന ആജ്ഞയുമായി നാടുവാഴി പല കുറി തന്റെ ചെറ്റ തീണ്ടുന്ന കൂട്ടത്തിൽ പുളി തെറ്റാതെ നോക്കാൻ പറഞ്ഞോളൂ തന്റെ അഴകുള്ള മോളോട്. നാവാടുന്നതിനും ഒരു സൂക്ഷം നല്ലതാ. സത്യമായിട്ടും അടേനൊന്നും മനസ്സിലായിട്ടില്ല തമ്പാട്ടിയെ. ഓ കഷ്ടം. മനസ്സിലായിക്കോളും. എവിടെ അന്തി മയങ്ങിക്കോട്ടെ, മനസ്സിലാക്കി തരും ഈ നാടുവാഴി. ആ താൻ ഇപ്പൊ പൊയ്ക്കോ. പോയിക്കോളാം. തന്നെ പരാതിയിൽ ഒരു തീർപ്പായി. മോളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ ഉള്ളവർക്ക് സമാധാനമായി. ഇനി പോയിക്കോളാം. ഈ മോളെ കൂട്ടി വരിക, ഇല്ലെങ്കിൽ അമ്മായി അങ്ങോട്ട് വരും. പോയിക്കോളാം പോയിക്കോളാം. ശിവനേ. അല്ല, അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുക. ആ പുലവ പെണ്ണിനെ മാച്ചതന്ത്രത്തെ മാനം കെടുത്താൻ പോണത് എന്നാ? ഇന്നോ അതോ പിന്നെയോ? നീ ഞാൻ താലി കെട്ടിയ കെട്ടിലമ്മയാണ്. പെറ്റമ്മയല്ല പഠിപ്പിക്കാനും ചോദ്യം ചെയ്യാനും. നിന്നെ കാല് തിരുമ്മി ഉറക്കാൻ പെണ്ണുങ്ങളെയും കഥ പറഞ്ഞ് രസിപ്പിക്കാൻ പട്ടന്മാരെയും നാം ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ വേറെ എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഓർമ്മപ്പെടുത്താൻ. നിങ്ങൾ എത്ര കണ്ട് നീചനാണെന്ന് ഇടയ്ക്ക് ഞാനെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അലറണ്ട. കോവിലകം നീക്കിയിരിപ്പ് പൊന്നും പണവും മാത്രമല്ല, ശാപങ്ങളും കുന്നുകൂടിയിട്ടുണ്ടെന്ന് ഓർത്തോളിൻ. മറക്കണ്ട. ഈ ഉരുമ്പട്ടോളെ കഥ പറഞ്ഞോ കൈവശം കൊടുത്തോ മയക്കി ഒരു മൂലയ്ക്ക് ഇരുത്താനാ നിന്നെയൊക്കെ ഇവിടെ ചെല്ലും ചിലവും തന്ന് നിർത്തിയിട്ടുള്ളത്. ഇനി മേലിൽ അവളെന്നെ ഭരിക്കാൻ വന്നാൽ പക്ഷേ നിനക്കായിരിക്കും ശിക്ഷ. അയ്യോ തമ്പായി, രാമായണ കഥയിലെ ആരണ്യകാന്ഡം തീർത്തും ചൊല്ലി കൊടുത്തിട്ടാ അടിയിൽ ഇങ്ങോട്ട് വന്നതേ. ആരണ്യകാന്ഡത്തിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോഴേക്കും
തമ്പാട്ടിയമ്മ അങ്ങോട്ട് വാങ്ങിപ്പോയി. പിന്നെ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി പുറപ്പെടുന്നു കരുതില്ല. ഇനിയിപ്പൊ ആരണ്യകാന്ഡം. ഓ, ഒരു ആരണ്യകാന്ഡം എല്ലടോ. ഇനിയും കഥയോ പാട്ടോ കൂത്തോ എന്തു വേണമെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണോ? ചെയ്യാം. പക്ഷേ എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഓള് വരരുത്. ഇനി വരില്ല. ഒന്ന് അവസാനിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ലടോ. ഓള് ദീനം വന്ന് മരിച്ചാലും ദേശക്കാരും കുടുംബക്കാരും പറയും ഞാൻ ഓളെ കൊന്നതാണ്. ദുഷ്പേര് കേൾക്കാൻ വയ്യാത്തോണ്ടാടോ. അല്ലെങ്കിൽ അയ്യോ, അങ്ങനൊന്നും വേണ്ട. വായി തോന്നിയതൊക്കെ പറയുമെങ്കിലും തമ്പാറ്റമ്മ പാവ. നോമിരുത്തിക്കൊള്ളാം, കഥ പറഞ്ഞിരുത്തിക്കൊള്ളാം. ഇനി എന്തായാലും ആരണ്യകാന്ഡം വേണ്ട, ലങ്കാദഹനം തന്നെ ആവാം. രാജധാനിയിലെത്തിയ ശ്രീ ഹനുമാന്റെ ആ വാലിന്റെ നീളം കണ്ട് സാക്ഷാൽ സീതാദേവി പോലും ആദ്യം ഒന്ന് പേടിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, തമ്പട്ടമ്മേ വരണു, ഒരുങ്ങിയിരുന്നോളൂ. ആ, ഓ, എത്തിയോ? എന്തായടോ ചിന്ന നമ്പ്യാരെ, താൻ ആ പൂമാലയോട് കാര്യം പറഞ്ഞോ? പറഞ്ഞു. ആ പെണ്ണൊരു മാതിരി മെരുക്കല്ലാത്ത മൂലിനെ പോലെയാ നാട് വായിച്ചേ. പറഞ്ഞു തുടങ്ങും മുമ്പേ അവള് തരുതല പറഞ്ഞു. എന്താ പറഞ്ഞേ? അപ്പൂതി നാട് വായിച്ചതിന്റെ ഒടുക്കത്തെ പൂതിയാണ്. അഹങ്കാരി. എന്നിട്ട് അതും കേട്ട് താനിങ്ങ് പോന്നു. പരമാവധി പിടിച്ചു നിന്നു. പിന്നെ പോരേണ്ടി വന്നു. അല്ലാതെ അടിയിൽ എന്ത് ചെയ്യാനാ നാട് വായിച്ചേ? ആ അടിയാത്തി പെണ്ണുങ്ങൾ എന്നെ കളിയാക്കി തൊലിയൊഴിച്ചു. ഒരു വിധത്തിലാ അടിയൻ അവിടെ നിന്ന് മാനവും കൊണ്ട് കഴിച്ചലായത്. ഇനി ഒന്ന് കുളിച്ച് ചുത്തം വരുത്തണം. ഇക്കാര്യത്തിന് നിന്നെ പറഞ്ഞു വിട്ട നമ്മെ പറഞ്ഞാൽ മതിയല്ലോ. മെരുങ്ങാത്ത മൂലിയെയും മതം കൊണ്ട കൊമ്പനെയും മയക്കിയെടുക്കാൻ നമുക്കറിയാം. ആ പെണ്ണ് പാർക്കുന്ന മാടം എവിടെയാ? പറ. ഈ കടലങ്കര കൊയിലോത്തുനിന്നും അരവെളിപ്പാടകല ദൂരമേയുള്ളൂ. ആറ്റിങ്കര തൊട്ടിൻകരയിലെ പൂക്കൈതക്കാടിന് നടുവിൽ കാണുന്ന കടലിൽ